എന്റെ പേര് ജ്യോതി. പത്തനംതിട്ടയിലാണ് വീട്. എന്റെ വീട്ടില് അച്ഛനും അമ്മയും ഒരു അനിയത്തിയുണ്ട്. ഞാൻ UK-ലായിരുന്നു. 2 വർഷം മുന്നേ ഒരു PSC എഴുതിയിരുന്നു. റാങ്ക് ലിസ്റ്റിൽ പേരൊക്കെ ഉണ്ടായി. അന്ന് എന്റെ വീട്ടില് ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ അച്ഛനും അമ്മയൊന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കുന്ന ഞാൻ അന്ന് ആദ്യമായിട്ടാ കാണുന്നത്. അച്ഛന് ഭയങ്കര വലിയ സ്വപ്നമായിരുന്നു എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണത്. അച്ഛനന്ന് ലഡ്ഡു ഒക്കെ മേടിച്ചോണ്ട് വന്ന് വീട്ടിലെ നെയ്ബേഴ്സൊക്കെ വന്ന് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പിന്നീട് ജോലിയുടെ കാര്യം ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ആ പോസ്റ്റിന് വേക്കൻസി ഇല്ല. എന്താന്ന് വെച്ചപ്പോ അവര് കൃത്യമായിട്ട് ഒരു ഉത്തരം തന്നില്ല. ഞാൻ വീണ്ടും PSC എഴുതി, കിട്ടി. പക്ഷെ ജോലിയുടെ കാര്യം പഴയ പോലെ തന്നെ. അങ്ങനെ ഞാൻ ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു. പിന്നീട് അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തു പോകുന്നതിനെ പറ്റി ആലോചിച്ച് തന്നെ തുടങ്ങിയത്. അടുത്തുള്ള ഒരു ഏജൻസിയിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു IELTS ഒന്നും എഴുതണ്ട, അവിടെ ചെന്നാ മതി, പഠിച്ചാ മതി, വലിയ ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടും പറഞ്ഞു. അതിനവര് ചോദിച്ചത് 30 ലക്ഷം രൂപയാണ്. അത്രയും പൈസ ഒന്നും ഞങ്ങക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും ഏതൊക്കെയോ ബാങ്കിൽ കയറി ഇറങ്ങി ലോൺ എടുത്തും ചിട്ടി പിടിച്ചും ആരത്തൊക്കെയോ കടമൊക്കെ മേടിച്ച് അച്ഛനും അമ്മയും അത്രയും പൈസ റെഡിയാക്കി എനിക്ക് വേണ്ടി. എന്നിട്ട് ഞാൻ UK-ക്ക് പോയി, കുറെ പ്രതീക്ഷകളായിട്ട്. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാള് മാത്രമായിരുന്നു ഞാൻ. ഏജൻസികൾ പറഞ്ഞ പോലെ ഒന്നും അല്ല അവിടെ. ഞാൻ എന്തൊക്കെയോ സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലും പാത്രം കഴുകി ടോയ്ലറ്റ് കഴുകി എന്തൊക്കെയോ ജോലിയെടുത്ത് അവിടെ ജീവിച്ചത്. എന്റെ ചെലവ് പോട്ടെ, എനിക്ക് മാസം വീട്ടിലേക്ക് അമ്മയ്ക്ക് അച്ഛന് കാശ് അയച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എനിക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ട് പോലില്ല. യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ ഒരാഴ്ച പോയിട്ടുള്ളൂ. എന്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒന്നും അതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ട് പോലുമില്ല. അവിടെ കുറച്ച് മണിക്കൂർ കൂടുതൽ പണിയെടുത്തതിന് സ്റ്റുഡന്റ് വിസയിലുള്ളവരെ ലേബർ സെക്യൂരിറ്റിക്കാരെ ഡീപ്പോർട്ട് ചെയ്യും. കുറെ തവണ ഞാൻ എങ്ങനെയൊക്കെ അവരുടെ കണ്ണിപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ കഴിഞ്ഞാണ് അവരെന്നെ പിടിച്ചു. എന്നെ ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് അയച്ചേക്കാം. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ഇപ്പൊ മുംബൈയിലുള്ളത്. ഇവിടെ ഞാൻ ചെയ്യുന്ന പണി എനിക്ക് പുറത്തു വരാൻ ഞാൻ നിർത്തുക. ഞാൻ അവസാനിപ്പിക്കുകയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ കുറെ സ്വപ്നമൊക്കെ കണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന ആൾക്കാരില്ലേ, അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. പണ്ട് ഇവിടുന്ന് പോയി രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതലുള്ള എന്നെ പോലത്തെ ആൾക്കാരാണ്. എന്റെ നാട്ടിൽ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റിയിരുന്നു. എന്റെ അച്ഛൻ